ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ കരുത്തെ കിളിക്കൂടിൽ ഹരീഷ് നീതുവിനോട് സോറി പറയാനായിട്ട് അവളുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അതും രാത്രിയിലാണ്. അവളുടെ വീടിൻ്റെ മുന്നിൽ വണ്ടി സൈഡാക്കിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ വീട്ടിലേക്ക് അവളെ കാണുന്നുണ്ടോ എന്നുള്ളത്. നിർഭാഗ്യം എന്ന് പറയട്ടെ, കറക്റ്റ് മുന്നിൽ സുധീഷ് വന്നു നിന്നു. സുധീഷ് എന്തോ ഒരു ആവശ്യത്തിനായിട്ട് അങ്ങോട്ട് വന്നതായിരുന്നു വേറെ സ്ഥലത്തേക്ക്. അപ്പോഴാണ് ഇവൻ്റെ ഈ ഒളിച്ചുകളി കാണുന്നത് കേട്ടോ. സുധീഷ് നന്നായിട്ട് ഷോക്കാവുന്നുണ്ട് അവനെ കണ്ടപ്പം. പിന്നെ അവന് ചിരിയാണ് വന്നത്. അല്ല, നീ എന്താ ഇവിടെ ഒളിഞ്ഞു നോക്കാൻ വന്നതാണോ? അല്ല, നീതുവിൻ്റെ വീടിന് മുന്നിൽ എന്താടാ, നിനക്ക് പ്രേമം വല്ലതും പൊട്ടി മുളച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനങ്ങനെ ട്രോളുന്നുണ്ട് കേട്ടോ. പക്ഷെ ഹരീഷിന് ഇതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയില്ല. പിന്നെ സുധീഷ് ചേട്ടൻ കണ്ടല്ലോ എന്നുള്ളൊരു നാണക്കേടുണ്ട് കേട്ടോ. അവന് കള്ളം പിടിക്കപ്പെട്ട കുട്ടീനെ പോലെ. അവനാണെങ്കിൽ ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാണ് കേട്ടോ. ഞാൻ ഇയാളെ കാണാൻ വന്നതാണ്, അയാളെ കാണാൻ വന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അത് കള്ളാന്ന് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. സുധീഷാണെങ്കിൽ അവനെ വിടുന്നേ ഇല്ല, പിടിച്ച പിടിയാലെ നിർത്തുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്താടാ വിശ്വസിക്കാൻ കൊള്ളാമെന്നുള്ള കള്ളും പറഞ്ഞൂടെ. അപ്പം പറയുന്നുണ്ട്, ഓ ഇയാൾ അത്ര കള്ളം പറയാനുള്ള കഴിവൊന്നും എനിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളൊന്ന് പോയേ, എൻ്റെ വെറുതെ ഇതിനെ അങ്ങനെ ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നത്, ഇയാളൊന്ന് പോയേ എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷിനെ അവിടെ നുന്തി പറഞ്ഞേക്കാണ് കേട്ടോ. സുധീഷ ഞാൻ പോയേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കളിയാക്കി ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. പക്ഷെ സുധീഷ് പോകുന്നില്ല. അവൻ അവിടെ ഒരു മതിലിനപ്പുറം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. എന്നിട്ട് ഹരീഷ് വീണ്ടും നീതുവിൻ്റെ വീടിന് മുന്നിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ നീതു കയ്യിൽ വേസ്റ്റ് ബാസ്ക്കറ്റുമായിട്ട് മുറ്റത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവൾ പെട്ടെന്ന് അവനെ നോക്കുമ്പോൾ അവൻ ഷൂ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അവനെ കണ്ടപാടെ അവൾ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, എന്താ നിൻ്റെ ഉദ്ദേശം? നീ എന്താ നട്ടപ്പാതിരയ്ക്ക് എനിക്ക് വീണ്ടും കല്യാണം ആലോചിച്ച് വന്നതാണോ? അതോ ചേട്ടന് മാറ്റി വേറെ ആരെങ്കിലും കിട്ടിയോ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, നീതു സോറി, ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു, എന്നോട് ക്ഷമിക്കുക. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നിനക്ക് എന്ത് സ്വഭാവം, നിൻ്റെ പിറകെ നടന്ന് എന്നെ വേണം പറയാൻ, ഇത്രയും കാലം ഞാൻ എൻ്റെ സമയം മൊത്തം വേസ്റ്റ് ചെയ്തു. നീ എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കാൻ, നീ ആരാ എനിക്ക് ചെക്കനെ ആലോചിക്കാൻ? അതിൻ്റെ ആവശ്യമൊന്നും ഇവിടെ ഇപ്പോൾ തൽക്കാലം ഇല്ല. എന്തൊക്കെയോ പറഞ്ഞിട്ട് അവൾ ചീത്ത പറയുന്നുണ്ട് കേട്ടോ അവനെ. ഹരീഷാണെങ്കിൽ വീണ്ടും അവളോട് ഓരോന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ അവളതൊന്നും ചെവിക്കൊള്ളുന്നില്ല. അവൾക്ക് നല്ല ദേഷ്യമുണ്ട് അവൻ എന്നാ പറഞ്ഞത് ഓർത്തിട്ട്. അതായത് സുഭാഷ് ചേട്ടനെ കെട്ടാനാണല്ലോ അവൻ പറഞ്ഞത്. നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെടുത്ത് നിന്ന് ഇങ്ങനൊരു വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ലല്ലോ. അത്രയേ ഉള്ളൂ നീതുവിനും. അവൾക്ക് അവനോട് ക്ഷമിക്കാനേ പറ്റുന്നില്ല. അവൾ വീണ്ടും അവനെ ഓരോന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിന്നെ സ്നേഹിച്ചത് ഓർത്ത് എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുകയാണ്. ഇനി നിൻ്റെ കടേൻ്റെ മുന്നിൽ പോലും ഞാൻ വരില്ല എന്നൊക്കെ അവൾ പറയുമ്പോൾ അവനാകെ സങ്കടമാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, അയ്യോ നീതു അങ്ങനെയൊന്നും പറയല്ലേ. അതോടെ കേട്ടപ്പോൾ അവൾ അവൻ്റെ തലയിലേക്ക് കയ്യിലുള്ള വേസ്റ്റ് ബാസ്ക്കറ്റ് കൊട്ടുകയാണ് കേട്ടോ. ഇത് ഒളിച്ചിരുന്ന് കണ്ടുകൊണ്ടിരുന്ന സുധീഷ് ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. അവന് നല്ല ചിരി വരുന്നുണ്ട്, നല്ല കോമഡി ആയിട്ടുണ്ട്. ഒന്നാമത് ഇവർ രണ്ടുപേരും വീട്ടിലെ പാരകളും ആണല്ലോ, എപ്പോഴും അടി ഉണ്ടാക്കുന്നതാണല്ലോ. പക്ഷെ ഹരീഷിൻ്റെ അവസ്ഥ മറ്റൊരു തരത്തിലാണ്. അവനാകെ ഷോക്കായി നിൽക്കുകയാണ്. കാരണം ഇങ്ങനൊരു ഇൻസൾട്ട് ലൈഫിൽ ആദ്യമായിട്ടാണ്, അതൊരു പെൺകുട്ടീൻ്റെ കയ്യിൽ നിന്ന്. അപ്പോഴേക്കും സുധീഷ് അങ്ങോട്ട് വന്നു. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, ഓഹോ ഇതാണോ നീ കാത്തിരുന്ന ആള്? എന്തായാലും വല്ലാത്ത കഷ്ടമായിപ്പോയി. എന്താടാ നിനക്ക് പ്രേമം പൊട്ടി മുളച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ നന്നായിട്ട് ട്രോളുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൻ്റെ തലയിൽ ചപ്പ് ചവറ് കണ്ടിട്ട് അത് എടുത്തിട്ട് പറയുന്നുണ്ട്, എന്തൊരു നാറ്റാടാ, ഭയങ്കര മണം, പോയി കുളിക്ക് നീ. അല്ല, നീ എന്ത് പറയാനാണ് അവളുടെ അടുത്തേക്ക് പോയത്? അത് പറ, അതാദ്യം പറ. അപ്പോഴൊക്കെ ഹരീഷ് പറയുന്നുണ്ട്, ഇയാളൊന്ന് പോയേ, അയാൾക്ക് എന്തിൻ്റെ കേള, ഇയാളൊന്ന് പോയേ. അപ്പോഴൊക്കെ സുധീഷും പറയുന്നുണ്ട്, അല്ല നിന്നെ ഞാൻ പറയാതെ വിടില്ല, നീ പറ എന്തിനാ നീ അവളുടെ അടുത്തേക്ക് പോയത്? പറയടാ. ഹൗ ഞാനൊക്കെ എന്തെങ്കിലും ചെയ്ത എന്താ അവൻ്റെ ഒരു ഉശിരും കച്ചറയും? ഇപ്പോഴെന്തായി? അവളൊന്ന് മേല് വേസ്റ്റ് ഇട്ടപ്പോഴേക്കും അവനൊരു കുഴപ്പമില്ല, എന്നാലും തൻ്റെ അടുത്തോടെ നിൽക്കുന്നുണ്ടല്ലോ. അതോടെ കേട്ടപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, നീ ഒന്ന് പോയേ, ഇയാൾ പോയിക്കോ, ഇയാൾ പോടെന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് നുള്ളിത്തള്ളി പറഞ്ഞേക്കാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഹരീഷ് വീട്ടിലേക്ക് വരുന്നതാണ്. അവനെ കാത്തോണ്ട് തന്നെ സുധീഷും പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം സുധീഷിനത് വീണ് കിട്ടിയൊരു നല്ലൊരു അവസരമാണല്ലോ. എന്നിട്ട് അവൻ വീണ്ടും ഹരീഷിനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. ഹരീഷ് അതൊന്നും മൈൻഡ് ചെയ്യാതെയും പിന്നെ നല്ല ടെൻഷനോട് കൂടി അകത്തേക്ക് പോവാണ്. കാരണം സുധീഷ് ഏട്ടൻ ഇപ്പോൾ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ നാണം കെടില്ലേ. അകത്ത് ചെന്നപ്പോൾ തന്നെ സുഭാഷ് ഏട്ടൻ ഉണ്ട് അവിടെ. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അല്ല രണ്ടുപേരും ഒരുമിച്ചാണോ വന്നത്? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ആ എന്തായിട്ടാ അങ്ങനെ പറഞ്ഞേ? അല്ല ഇവിടെ നേരിട്ട് കാണുമ്പോൾ രണ്ടുപേരും കീരിയും പാമ്പും ആണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അപ്പോൾ സുധീഷ് കളിയാക്കി കൊണ്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് വന്നതല്ല, പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് കണ്ടതാ. അപ്പോൾ സുഭാഷ് ഏട്ടനൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. എന്താടാ നീ പറയുന്നത്, ഒരുമിച്ച് കണ്ടെന്നോ? അതെന്താ? അപ്പോൾ ചിരിച്ചുകൊണ്ട് സുഭാഷ് ഏട്ടൻ അങ്ങനെ ചോദിക്കുകയാണ്. പക്ഷെ ഹരീഷ് ആകെ വിളറി വെളുത്ത് നിൽക്കുകയാണ് കേട്ടോ. സുധീഷ് ഏട്ടനെങ്ങാനും കണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നാണം കിട്ടില്ലേ. പോരാത്തതിന് സുഭാഷ് ഏട്ടൻ്റെ ഉപദേശവും. അവനിതെല്ലാം കൂടെ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ പ്രാന്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ റിയാക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോഴാണ് സുഭാഷ് ഏട്ടനോട് ചോദിച്ചത്, അതല്ല സുഭാഷ് ഏട്ടാ, നിധി എവിടെ? നിധിയും നികേഷൊക്കെ എവിടെ? അപ്പം സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, അവർ രണ്ടുപേരും പുറത്തു പോയി. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, പുറത്തോ? അതെന്തിനാ പോയത്? അതെനിക്ക് അറിയില്ലടാ, അവർ പോയിട്ടുണ്ട്. അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എന്താ സുഭാഷ് ഏട്ടാ, എൻ്റെ ഭാര്യ പുറത്തു പോയെന്ന് ഞാൻ ചോദിക്കുമ്പോൾ അറിയില്ലെന്നാണോ പറയുന്നത്? അപ്പോൾ സുഭാഷ് പറയാണ്, അതല്ലടാ, ഞാനിവിടെ വന്നപ്പോൾ അവരെ കാണാനില്ല. അപ്പോൾ നികേഷ് എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പുറത്തു പോവാണെന്നുള്ളത്. അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഏട്ടാ ഞാൻ ഭയങ്കര സങ്കടത്തിലാണ്. അവൾക്ക് എന്താ എന്നോടൊരു ഫീലിങ്സും ഇല്ലാത്തത്? എപ്പോഴും എൻ്റെ അടുത്ത് കടുപ്പിച്ച് സംസാരിക്കും. സുഭാഷ് ഏട്ടനാണെങ്കിൽ അവൾക്ക് നല്ലൊരു ബ്രദർ, അതുപോലെ നികേഷ് ആണെങ്കിൽ അവൾക്ക് ചെല്ലക്കുട്ടി.
ഇവൻ വരെ ഈ മരപ്പൊട്ടൻ വരെ അവൾക്ക് ബ്രദറാണ്, പക്ഷെ എന്നോട് മാത്രം അവൾക്ക് ഒന്നുമില്ല. അതെന്താ സുഭാഷ് ചേട്ടാ? ചില നേരത്തെ വർത്താനം കേൾക്കുമ്പോൾ എനിക്ക് തന്നെ എന്നെ കിണറ്റിലിടാൻ തോന്നും. അപ്പം അരീഷ് ഒന്ന് ജസ്റ്റ് കുത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അരീഷ് പറയുന്നുണ്ട്, ഞാൻ സ്വന്തം കൂടപ്പിറപ്പായി ഞങ്ങൾക്ക് പോലും സുധീഷ് ചേട്ടനെ സഹിക്കാൻ പറ്റുന്നില്ല, പിന്നെയല്ലേ പുറത്തുനിന്ന് വന്ന ഏടത്തിക്ക്. അത് സുധീഷിന് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, വേണ്ടാന്ന് വെച്ചിട്ടാണ്, ഞാൻ എന്തായാലും ഈ കാര്യം പറയും, ഉറപ്പാ, നോക്കിക്കോ. അത് കേട്ടപ്പോൾ അരീഷിന് നല്ല പേടിയാവുന്നുണ്ട്. അരീഷ് അവനെ പിടിച്ചു വെക്കുന്നുണ്ട്. അയ്യോ പറയല്ലേ, ഒന്നുമില്ല സുഭാഷ് ചേട്ടാ, പ്രശ്നമൊന്നുമില്ല. അപ്പോഴേക്കും പിന്നെ നിധിയും നികേഷും കൂടെ പുറത്തു പോയിട്ട് വരുന്നുണ്ട് കേട്ടോ. അവരെ കണ്ടപ്പോൾ സുധീഷ് ആ കാര്യം മറന്നു. അതുകൊണ്ട് അരീഷ് തൽക്കാലം രക്ഷപ്പെട്ടു. അവരെ കണ്ടപ്പോൾ തന്നെ സുധീഷ് പറയുന്നുണ്ട്, എടാ നികേഷെ, പോകുമ്പോൾ ഒന്ന് മെസ്സേജ് അയച്ചൂടെ, അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞൂടെ? അതും വേണ്ട, നിങ്ങൾ ഇന്ന സമയത്ത് പോകും, ഇന്ന സമയത്ത് വരും എന്നുള്ളത് ഇവിടെ വാതിൽക്കൽ നിന്നാൽ പേപ്പറിൽ എഴുതി ഒട്ടിച്ചൂടെ എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കുകയാണ് കേട്ടോ. അപ്പം നികേഷ് പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യം എന്താ? ഞങ്ങൾ ഓൾറെഡി സുഭാഷ് ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ ഇപ്പം എന്തിനാ? അതും എൻ്റെ കൂടെ അല്ലേ വന്നത്, ഇനിയിപ്പോൾ എന്താ പ്രശ്നം? അപ്പം നിധിയും പറയുന്നുണ്ട്, അതിനെന്ത് പ്രശ്നം? ഓൾറെഡി സുഭാഷ് ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ ആളെണ്ണം പറയേണ്ട ആവശ്യം എന്താ? അതും പോട്ടെ, ഞാൻ ഒറ്റയ്ക്ക് പോയാൽ എന്താ പ്രശ്നം? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മുടെ സുധീഷ് ഒന്ന് ചമ്മുന്നുണ്ട് കേട്ടോ. അവൻ വലിയ ആളാകാൻ വേണ്ടി നോക്കിയതാണ്, പക്ഷെ ചമ്മിപ്പോയി. എന്നിട്ട് നിധി കയ്യിലുള്ള കവർ എടുത്തിട്ട് സുഭാഷ് ചേട്ടന് കൊടുക്കുന്നുണ്ട്. ഇതാ സുഭാഷ് ചേട്ടൻ. അപ്പോൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇത്? ഇതാണ് ഇൻഡക്ഷൻ കുക്കർ. അത് കേട്ടപ്പം അരീഷിനൊന്നും അറിയില്ല. അപ്പോൾ അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, അതല്ല നിധി, ഇതിൽ വെക്കാൻ പാത്രം വേണ്ടേ മോളെ? അതൊന്നും ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അയ്യോ ഞാൻ ഇപ്പോഴാണ് അത് ഓർത്തത്, വരുമ്പോൾ ഞാൻ മേടിക്കാൻ മറന്നുപോയി. അതല്ല സുഭാഷ് ചേട്ടാ, അടി പറഞ്ഞ സ്റ്റീൽ പാത്രം ആണെങ്കിലും മതി. അയ്യോ അതൊന്നും ഇവിടെ ഇല്ലല്ലോ മോളെ. അപ്പം അവൾ പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, നമുക്ക് പിന്നെ മേടിക്കാം, ഇവിടെ അടുത്ത് തന്നെയല്ലേ കട. അപ്പോഴേക്കും സുധീഷ് കിട്ടിയ അവസരം മുതലാക്കാൻ ആളാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനിത് എന്നോ മേടിക്കണം എന്ന് വിചാരിച്ച കാര്യം, പക്ഷെ ഇതുവരെ മേടിക്കാൻ പറ്റിയില്ല. എന്തായാലും ഞാൻ മാനത്ത് കാണുന്നത് നിധി മരത്തിൽ കാണുന്നുണ്ടല്ലേ. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, ഒരു ഇൻസ്റ്റൻറ്റ് കള്ളൻ എന്തിനൊരു വാചകടി ഉണ്ടായിരിക്കും, എന്തിനാ അതിൻ്റെ ആവശ്യം? സുഭാഷ് ചേട്ടൻ ഇവിടെ വിറകടുപ്പിൽ കഷ്ടപ്പെടുന്നത് ഗ്യാസ് തീർന്നു കഴിഞ്ഞാലൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമില്ലേ? ആരെങ്കിലും പോയി മേടിച്ചില്ലല്ലോ, അതുകൊണ്ട് വാചകടിക്കേണ്ട. ഇവിടെ അടുത്ത് തന്നെ കട ഉണ്ടായിരുന്നല്ലോ, അവിടെ പോയിക്കൂടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പുച്ഛിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൾ സുഭാഷ് ചേട്ടനോട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ കുറച്ച് പാത്രങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്, നമുക്ക് നാളെ അത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് പറ്റിയ പാത്രമാണെങ്കിൽ നമുക്ക് പിന്നെ മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സന്തോഷത്തോടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അരീഷിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത്. ആ ഫോൺ എടുക്കാൻ പോയപ്പോൾ അവനൊരു പരിങ്ങലുണ്ടായി. അപ്പോഴേക്ക് സുധീഷ് അങ്ങോട്ട് വന്നിട്ട് അവനോട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നുണ്ട്, ആരടാ നീതുവാണോ? മനസ്സിലായി എന്നൊക്കെ. അപ്പം നികേഷ് ചോദിക്കുന്നുണ്ട്, എന്താണ് രണ്ടാളും കൂടെ അവിടെ ഒരു പരിങ്ങൽ? അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എടാ വന്നപ്പോൾ തൊട്ട് ഇങ്ങനെ തന്നെയാണ് ഇവർ. അപ്പോൾ തന്നെ സുധീഷ് പറയുന്നുണ്ട്, അല്ല നമ്മുടെ അട്ടപ്പെട്ടിയിൽ കുറച്ച് പാത്രങ്ങളുണ്ടല്ലോ, അതൊക്കെ എടുത്ത് നോക്കിയാലോ? അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അത് ശരിയാ മോളെ, ഇവർ രണ്ടുപേരും വന്നപ്പോൾ തൊട്ട് ഇങ്ങനെ തന്നെയാണ്, എന്താണാവോ, എന്തോ ഒപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ സുധീഷ് ആണെങ്കിൽ പറയാൻ നിൽക്കുമ്പോൾ അരീഷ് അവനെ പിടിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒടുവിൽ അവൻ പറയാണ്, സുഭാഷ് ചേട്ടന് ഇന്ന സ്ഥലത്ത് ആരെങ്കിലും അറിയോ, അത്രയും ക്ലോസ് ആയ ആരെങ്കിലും ഉണ്ടോ, അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് പറയാണ്. പക്ഷെ നമ്മുടെ അരീഷനുണ്ട്, അത് ആരാന്നറിയണ്ടേ, നീതു. ഞാനൊരു ആവശ്യത്തിന് അങ്ങോട്ട് പോയപ്പോൾ ഇവൻ അവളെ കാത്തു നിൽക്കുക അവളുടെ വീട്ടിൽ. അത് കേട്ടപ്പോൾ ഇവർക്ക് ചിരി വരികയാണ് കേട്ടോ. എന്നിട്ട് എന്തായിടാ നോക്കുമ്പോൾ അവൻ സുധീഷ് ഈ കാര്യം പറയാൻ പോവാണ്, തലയിൽ ചവറിട്ട കാര്യം പറയാൻ പോകുമ്പോഴേക്കും അരീഷ് വായ പൊത്തി പിടിച്ച് സുധീഷിനെ പറയാതെ അകത്തേക്ക് കൊണ്ടുപോകാണ് കേട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടാ, ഞാൻ അവൻ്റെ അടുത്ത് അവളോട് സോറി പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാവം അതിന് പോയതായിരിക്കും. അത് കേട്ടപ്പോൾ എല്ലാവരും ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, താങ്ക്